എല്ലാവർക്കും ലതാസ് വേഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അരിയുണ്ട ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കുറുവ റൈസാണ്. ഇത് ഞാൻ കഴുകി വെള്ളമൊക്കെ വാർന്ന് പോയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. 240 ml ഒരു കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങയാണെങ്കിൽ 120 ml ഒരു കപ്പ്, ശർക്കര ആയാലും 120 ml ഒരു കപ്പാണ് കേട്ടോ. നമ്മൾ അരി എടുത്തതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയാണ് ശർക്കരയും തേങ്ങയും എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അരി വറുത്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വറക്കണ പാത്രം ചൂടാവണം, ഇല്ലെങ്കിൽ ഈ അരി ശരിക്ക് പൊരിഞ്ഞു വരില്ല. അപ്പോൾ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി ചൂടായതിൻ്റെ ശേഷം. ഇത് മാത്രമാണ് നമുക്കിപ്പോൾ ഇതിൽ വലിയൊരു പണിയുള്ളൂ. ഇനിയിപ്പോൾ ഞാനിത് അരി വറുത്ത് ചൂടാറാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അരി ചൂടാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടത് 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചിലവർക്ക് നല്ല പൗഡറായിട്ടായിരിക്കും ഇഷ്ടം, ചിലവർക്ക് അരിയുടെ തരികളൊന്നിങ്ങനെ കടിക്കണ പോലത്തെ ഇഷ്ടം ഉണ്ടാവും. ഞാനിപ്പോൾ എന്തായാലും ഇത് പൗഡറാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഉള്ളവർക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഇനിയിപ്പോൾ ഞാൻ മിക്സിയിലേക്ക് തേങ്ങ ഇട്ടു, അതിൻ്റെ കൂടെ തന്നെ ശർക്കര ഇട്ടു. നമ്മളിത് അടിക്കുമ്പോൾ ഈ ശർക്കരയിൽ തേങ്ങയിൽ നിന്നൊക്കെ വരുന്നൊരു വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് വേഗം മിക്സായി കിട്ടാനൊക്കെ എളുപ്പമാണ്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ശർക്കരപ്പാനി വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാക്കാറ് ഇങ്ങനെ ശർക്കര ചീകി എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. പിന്നെ നമുക്ക് എളുപ്പത്തിലാണല്ലോ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ശർക്കര വെച്ചിട്ട് ചെയ്യണത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഓരോരുത്തരുടെ പാകത്തിന്, നമുക്കൊരു കൈക്കൊരു പാകം ഉണ്ടാവുമല്ലോ, ആ പാകത്തിനനുസരിച്ച് ബോളാക്കി എടുക്കുക. എനിക്ക് ഈ അരി വെച്ചിട്ട് 240 ml ഒരു കപ്പ് ഞാൻ എടുത്തു എന്ന് ആദ്യം പറഞ്ഞല്ലോ, അത് വെച്ചിട്ട് എനിക്ക് 9 ബോൾസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് 4 ദിവസം 5 ദിവസം ഇത് കേടില്ലാതിരിക്കും കേട്ടോ. പക്ഷേ ഇതൊരു 2 ദിവസം കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ഹാർഡായ പോലെ ഉണ്ടാവും. ഇതിന് ഉണ്ടാക്കിയ സമയത്ത് അന്നും പിറ്റേ ദിവസവും കിട്ടുന്ന ടേസ്റ്റ് പിന്നെ കിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഇവിടെ ഉണ്ടായിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളൊരിത് പറയുകയാണ്. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചെങ്കിൽ, നമ്മളിത് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കണ്ട. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.